അസ്സലാമു വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് എന്തെല്ലാം റായത്തന്നല്ലേ? ഉസ്താദ്, ഈ വുളൂ ചെയ്യുന്ന സമയത്ത് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം പ്രാർത്ഥനകൾ സുന്നത്തായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. വുളൂഇൽ ഓരോ അവയവങ്ങൾ കഴുകുന്ന സമയത്തും അതുപോലെ തന്നെ തടവുന്ന സമയത്തും പ്രത്യേകമായ ദിക്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ദിക്റുകളൊക്കെ സുന്നത്താണോ എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട്. അർത്ഥവത്തായ നല്ല ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ സുന്നത്താണോ? സുന്നത്ത് എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ അത്രയും തെളിവുകൾ വേണം, അപ്പോഴേ സുന്നത്തായി വരുള്ളൂ. അപ്പോൾ പ്രാർത്ഥന എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെങ്കിൽ ആ പ്രാർത്ഥന അവിടെ അങ്ങനെ ചെല്ലൽ സുന്നത്തുണ്ടോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നടന്നിട്ടുണ്ട്. ഇപ്പം മഹാനായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവും ഇമാം നവവി റളിയല്ലാഹു അൻഹുവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ രാജാവും അതുപോലെ തന്നെ ഷെയ്ഖാനി എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നവരൊക്കെയാണ്. അവർ രണ്ടുപേരും തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നടന്നിട്ടുണ്ട്. ഏതായാലും മഹാനായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഹററിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പ്രാർത്ഥന, എന്നിട്ട് സുന്നത്താണെന്ന് പറയുന്നുണ്ട്. മുഹററിന്റെ 1-ാം വാള്യം തന്നെ ഇതിന്റെ 119-ാമത്തെ പേജിൽ ഉണ്ടോ, അവിടെ ഈ ദിക്റുകൾ പറയുന്നുണ്ട്. ഇപ്പൊ മുഖം കഴുകുന്ന സമയത്ത് ഇതാണ് ആ ദിക്റ് കാര്യമായിട്ട് പറയുന്ന ഓരോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ഇപ്പൊ മുഖം കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയ്യദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ് ഉണ്ടോ, ഈ മുഖങ്ങൾ കറക്കുന്ന ആ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അന്ന് എൻ്റെ മുഖങ്ങൾ വെളുപ്പിച്ച് തരണം, എൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ വെളുത്തിട്ട് വരണം എന്ന് മുഖം കഴുകുന്ന സമയത്ത് ചെല്ലുക. അതുപോലെ തന്നെ വലത്തെ കൈ കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബി യമീനി വ ഹാസിബിനി ഹിസാബൻ യസീറ, എനിക്ക് കിതാബ് തരുന്ന സമയത്ത് എൻ്റെ ഏട് വലത്തെ കയ്യിൽ തരണം, എൻ്റെ വിചാരണ എളുപ്പാക്കി തരണം, എങ്ങനെയുള്ള പ്രാർത്ഥന? നല്ല പ്രാർത്ഥനയാണ്. ഇടത്തെ കൈ കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി വലാ മിൻ വറാ അൽഹരി, എൻ്റെ ഇടത്തെ കയ്യിൽ എനിക്ക് ഒരിക്കലും ഏട് തരരുത്, എൻ്റെ പിറകിലൂടെയും തരാൻ പാടില്ല എന്നുള്ളതും. അതുപോലെ തന്നെ തല തടവുന്ന സമയത്തും, കഴുകുന്ന സമയങ്ങളിൽ മാത്രമല്ല തടവുന്ന സമയത്തും ഉണ്ട്. അപ്പൊ തല തടവുന്ന സമയത്ത് അല്ലാഹുമ്മ ഹർരിം ശഅരി വ ബശരി അലന്നാർ, നരകത്തിനെ തൊട്ട് എൻ്റെ മുടി തൊലി അതൊക്കെ നീ ഹറാമാക്കി കളയണം എന്നുള്ളതും. അവസാനം കാല് കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്തി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം, സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ കാലുകൾ ഇടറും, അപ്പൊ ഇടറാതെ ഉറച്ചു നടക്കാൻ എനിക്ക് കഴിയണം, അതിന് തൗഫീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രത്യേകം ഒരു പ്രാർത്ഥനകൾ ഓരോരോ അവയവങ്ങൾ ഉള്ള സമയത്തും പറയുന്നുണ്ട്. പക്ഷെ ഇത് സുന്നത്താണോ അല്ലേ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. പ്രാർത്ഥന മശൂറാണ്, അതുപോലെ തന്നെ നല്ല അർത്ഥവത്തായ പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷെ സുന്നത്താണോ അല്ലേ എന്ന വിഷയത്തിൽ റാഫി ഇമാം സുന്നത്താണെന്ന് പറയുമ്പം ആ റാഫി ഇമാമിന്റെ മുഹറർ ചുരുക്കിയതാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒറ്റ വാള്യത്തിൽ റാഫി ഇമാമിന്റെ മുഹറർ 3 വാള്യത്തിലായപ്പം അത് ഒറ്റ വാള്യത്തിലേക്ക് ചുരുക്കിയിട്ട് കൊണ്ടുവന്നതാണ് നവവി ഇമാം ഈ പറയുന്ന മിൻഹാജ്. അതിൽ മഹാനവർ പറയുന്നുണ്ട്, ഞാൻ ആ ദിക്റ് ഒഴിവാക്കുകയാണ്, ഈ പ്രാർത്ഥനകൾ ഞാൻ ഒഴിവാക്കുകയാണ്, അതിന് അസലില്ല എന്ന് പറയുന്നുണ്ട്. മിൻഹാജിന്റെ 46-ാമത്തെ പേജിൽ വഹദഫ്തു ദുആ അല്ലാഹി ഉണ്ടോ, വുളൂഇൽ അംഗങ്ങൾ കഴുകുന്ന സമയത്തുള്ള പ്രാർത്ഥന ഇത് ലാ അസ്ല ലഹു, അതിനക്ക് അസ്ലില്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു. അപ്പൊ മിൻഹാജുൽ മഹാനായ നവവി ഇമാം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നവവി ഇമാമിന്റെ ഓരോരോ കിതാബുകളും എടുത്തു നോക്കിയപ്പോൾ അതിലൊക്കെ ഏറെക്കുറെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളത്തുൽ ത്വാലിബീൻ അറിയപ്പെട്ട 10 വാള്യത്തിലുള്ള കിതാബല്ലേ, ആ റൗളത്തുൽ ത്വാലിബീൻ മഹാനവർ ഇതിന്റെ 1-ാം വാള്യത്തിന്റെ ഇതിന് 101-ാമത്തെ പേജിൽ പറയണം കുൽത്തു, എല്ലാം വിശദീകരിച്ചിട്ട്, അതായത് ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞു വുളൂഇന്റെ, എന്നിട്ട് കുൽത്തു ഞാനൊന്ന് പറയട്ടെ, 2 ഷാഫിയാണ്, അതുകൊണ്ട് അങ്ങനത്തെ സംസാരമൊക്കെ പറയാം, അത്രയും ഗഡുസുള്ള പണ്ഡിതരല്ലേ. കുൽത്തു ഞാനൊന്ന് പറയട്ടെ, ഹാദ ദുആ, ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, ലാ അസ്ല ലഹു, അതിന് അസ്ലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വലം യദ്കുറുഹു ശാഫിഈ വൽ ജംഹൂറു, ഷാഫി ഇമാമോ
അതുപോലെ തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരോ ഇത് പറഞ്ഞിട്ടില്ല സുന്നത്താണെന്ന് വല്ലാഹു ആലം എന്ന് മഹാനവർ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഈ നബി ഇമാമിന്റെ റൗളത്തു ത്വാലിബീൻ എന്ന് ചുരുക്കിയതാണ് ഇബ്നു മുക്കരി തങ്ങൾ. റൗളത്തു ത്വാലിബീൻ, അതായത് റൗളത്തു ത്വാലിബ് എന്ന് പറഞ്ഞാൽ നബി ഇമാമിന്റെ റൗളത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബ് 10 വാള്യത്തിൽ അത് ചുരുക്കി 2 വാള്യത്തിലേക്ക് കൊണ്ടുവന്നു. ആര്? ഇബ്നു മുക്കരി തങ്ങൾ. മഹാനവറുകൾ ഇതിലും പറഞ്ഞു അതിന് അസിലില്ലട്ടോ. ഇതിന്റെ 1-ാം വാള്യത്തിന്റെ 44-ാമത്തെ പേജിൽ ആ പ്രാർത്ഥനക്ക് അസിലില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. എന്നാൽ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ഷറഹ് മുഹദ്ദബ്, ആ ഷറഹ് മുഹദ്ദബിൽ പറഞ്ഞു മുത്തഖദ്ദിമീങ്ങളായ പണ്ഡിതന്മാരൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഷറഹ് മുഹദ്ദബിന്റെ 1-ാം വാള്യം ഇതിന്റെ 400-ാമത്തെ പേജിൽ വലം യദ്കുറുഹുൽ മുത്തഖദ്ദിമൂൻ, മുത്തഖദ്ദിമീങ്ങളായ ആളുകളൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നബി ഇമാം അങ്ങനെയൊക്കെ ഓരോ കിതാബിലും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഇബാറകളാണ് കൊണ്ടുവരുന്നത്. എത്രത്തോളം മഹാനവറുകൾ ചൊല്ലിപ്പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബ്, ഓരോരുത്തരും നമ്മൾ എന്തൊക്കെ ചെല്ലണം എന്തൊക്കെ പറയണം ചൊല്ലിപ്പറയാൻ ഉണ്ടാക്കിയ കിതാബാണ് അൽ അദ്കാർ എന്ന കിതാബ് നബി ഇമാമിന്റെ. ആ അൽ അദ്കാറിൽ മഹാനവറുകൾ എന്താ പറഞ്ഞ്? ഇല്ല, അങ്ങനെ ഒരു ദിക്റില്ല, അങ്ങനെ പ്രാർത്ഥന ഇല്ല എന്നാ. അദ്കാറിന്റെ ഇത് ഞാനിതൊക്കെ എന്തിനങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നിത്യമായി ചെയ്യുന്ന ഒരു ആരാധനയാണ്. ആ ഒരു ആരാധനയിൽ ഉണ്ടായ ഒരു പ്രാർത്ഥനയിൽ അതിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന മഹാന്മാരുടെ സൂക്ഷ്മത, അവർ നമുക്ക് പറഞ്ഞിരുന്ന റൂട്ടുകൾ, അപ്പം നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, ഇത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണം. കാരണം നിത്യമായിട്ട് ചെയ്യേണ്ട ഒരു ആരാധന. എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഒതുകൊടുക്കൽ? എന്തുവന്നാലും 5 പ്രാവശ്യമൊക്കെ എന്തായാലും ഉണ്ടാകും. കാരണം 5 വക്ത് നിസ്കരിക്കണ്ടേ, ചിലപ്പോൾ അതിലേറെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതിലാകുമ്പോൾ അതിൻ്റെ ഒരു ഇത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നറിയണല്ലോ. ചില ആളുകൾ ചെല്ലാറുണ്ടത്, ചില ആളുകൾ ചെല്ലുന്നില്ല. ഇതെങ്ങനെയാണ് വരിക? ചില ആൾ അതിന് പകരം വേറെ ചെല്ലുന്നുണ്ട്, ഒക്കെ ഉണ്ട്, അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും അദ്കാറിന്റെ 43-ാമത്തെ പേജിൽ പറഞ്ഞു ഫസ്ലുൻ വ അമ്മദ്ദുആഇ അലാ അഅ്ളാഇൽ വുളൂഇ, വുളൂഇന്റെ അംഗങ്ങൾക്ക് കൈകുന്ന സമയത്തുള്ള പ്രാർത്ഥന ഫലം യജീഇ ഫീഹി ഷൈഉൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി ഇമാമിന്റെ ഓരോരോ കിതാബിനും വ്യത്യസ്തമായ ഇബാറത്തുകളാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വായിക്കാൻ കാരണം. അപ്പം അതിന്റെ മുമ്പുള്ള കിതാബിൽ വന്ന് ഷാഫി ഇമാമോ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞില്ല, മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞെന്താ? റസൂലുള്ളാഹിനെ തൊട്ട് അങ്ങനെ ഒരു സുന്നത്തായിട്ടൊരു ഷൈഉം വന്നിട്ടില്ല എന്ന് അദ്കാറിൽ പറയുന്നുണ്ട്. അത് നബി ഇമാം എന്നല്ല, ചൊല്ലി പറയാൻ വേണ്ടി പല ഇമാമികളും കിതാബ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവരെ കിതാബിൽ ഇത് പറയുന്നില്ല എന്ന് ആര് പറയുന്നുണ്ട്? അല്ലാഹു സിദ്ദീഖ് റഹിമഹുല്ല അൽ അദ്കാർ എന്ന നബി ഇമാമിന്റെ കിതാബിന് ശറഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. അൽ ഫുതൂഹത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ് 5 വാള്യത്തിലോ ഈ പറയുന്ന അതിലും ഇത് പറയുന്നുണ്ട്. ഇതിന്റെ 1-ാം വാള്യം തന്നെ അവിടെ പറയുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ചൊല്ലിപ്പറയാനുള്ള ദിക്റിന്റെ കിതാബ് ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ 20-ാമത്തെ പേജ് 2-ാം വാള്യത്തിൽ 20-ാമത്തെ പേജിൽ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ? വഖദ് ജമഅൽ ഹാഫിളു ഫി അമലി അൽ യൗമി വൽ ലൈല, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചൊല്ലണം എന്തൊക്കെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് ഉണ്ടാക്കിയ മഹാന്മാരുണ്ട്. ആരൊക്കെ? നസാഇ ഇമാമിനെ പോലെ, തുബ്രാനി ഇമാമിനെ പോലെ, അതുപോലെ തന്നെ ബൈഹഖി ഇമാമിനെ പോലെ, ഇബ്നു സിന്നി പോലെ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലം യദ്കുറു ദാലിക, ഇവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ നബി ഇമാം ഈ ഒരു വിഷയത്തിൽ എല്ലാ കിതാബിലും ഉറച്ച നിലപാടിലാണ് പോയത്. അത് സുന്നത്താണെന്ന് പറയാൻ തെളിവുകൾ കാണുന്നില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, ഇവിടെ ശാഫിഈ മദ്ഹബിൽ തീരുമാനം കൽപ്പിക്കുന്ന ഗഡ്സുള്ള പണ്ഡിതർ, അവസാന തീരുമാനം ഖാത്തിമുൽ മുഹഖ്ഖിൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോ? മഹാനവറുകൾ നബി ഇമാമിന്റെ മിൻഹാജ് വിശദീകരിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് അതിന്റെ റൂട്ട്, അതിന് അസിലില്ല. ഒരുപാട് വഴികളിലൂടെ ഇത് വന്നിട്ടുണ്ടെങ്കിലും അത് സുന്നത്താണെന്ന് പറയാൻ മതിയായ രേഖകളില്ല എന്ന് തുഹ്ഫയുടെ 1-ാം വാള്യത്തിന്റെ 505-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. കണ്ടോ? ഇതില അസ്ലുലഹു എന്ന് നബി ഇമാം പറയുമ്പം യുഅ്തദ്ദു ബിഹി, അതായത് പരിഗണിക്കപ്പെടാവുന്ന രൂപത്തിലുള്ള തെളിവുകളൊന്നുമില്ല. അപ്പൊ പിന്നെ കുറെ വന്നിനല്ല വാരിതായിട്ട്. മിൻ തുറുക്കിൻ ലാ നദറ ഇലൈഹി, കുറെ വന്നൊന്നും മയക്കി നമുക്ക് മതിയായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അന്നഹ കുല്ലഹ ലാ തഖുലു മിൻ കദ്ദാബിൻ ഔ മുത്തഹിമിൻ ബിൽ വളുഇ, ഈ പറയുന്ന ഇതിലൊക്കെ കളവ് പറയുന്ന ആളുകളും അതുപോലെ തന്നെ കച്ചകെട്ടി പറഞ്ഞുണ്ടാക്കുന്ന ആളുകളും ഇല്ലാത്ത ഒരു റിവായത്തും അതിൽ കാണുന്നില്ല. അപ്പം മതിയായ രേഖയില്ല. ഏതുപോലെ കമാ കാലോഹു ബാദുൽ ഹുഫാൽ, അങ്ങനെയാണ് എൻ്റെ ലക്ഷം ഹദീസുകൾ മനപ്പാടുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്
എന്ന് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞിട്ട് തുഹഫയിൽ വളരെ വ്യക്തമായിട്ട് സമർത്ഥിച്ചതിന് തെളിവില്ല എന്നുള്ളത്. മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെടുത്ത് ഓതിപ്പടിച്ചതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളെ പള്ളി ദർസിലൊക്കെ ഓതിപ്പടിക്കുന്ന ഫതുഹുൽ മുഈൻ. ആ മഖ്ദൂം തങ്ങളുടെ ഫതുഹുൽ മുഈനിലും ഇങ്ങനെ തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്. ഫതുഹുൽ മുഈനിന്റെ 32-ാമത്തെ പേജിൽ وأما دعاء الأعضاء المشهور فلا أصل له يعتد به فلذلك حذفته. ഇത് മതിയായ അറിവില്ലാത്തതുകൊണ്ട് ഞാനും ഈ പറയുന്ന കിതാബിൽ അത് കൊണ്ടുവരുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ റാഫി ഇമാം പറഞ്ഞു, അതിനെ എൻ്റെ പിൻപറ്റിയിട്ട് റംലി ഇമാമൊക്കെ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ കൂടെ ഇത്രയും ഇമാമിങ്ങളൊക്കെ അതിൻ്റെ റൂട്ടിൽ തന്നെ എങ്ങനെയാണ് പോകുന്നത്? അപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും അപ്പൊ ഇനി ഒരാൾ അങ്ങനെ ഇത് സുന്നത്തില്ല, അതിന് മതിയായ രേഖയില്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാര് നമ്മൾ അവലംബാക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഏറെക്കുറെയൊക്കെ തള്ളിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരാൾ അങ്ങനെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയല്ലേ? അപ്പൊ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സുന്നത്താണെന്ന വാദത്തിലൂടെ കൊണ്ടുവരണ്ട, അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല, സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരരുത് എന്ന് മഹാനായ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് തർശീഹിൽ പറയുന്നുണ്ട്. അത് സുന്നത്താണെന്ന് വാദത്തിലൂടെ കൊണ്ടുവരണം, അല്ലാതെ കൊണ്ടുവരാൻ കൊടുന്നോടി, പക്ഷെങ്കിലും കൂടെ സുന്നത്താണെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവരണ്ട, അത്രേ ഉള്ളൂ. ഈ പറയുന്ന അതിന്റെ തർശീഹിന്റെ 61-ാമത്തെ പേജിൽ സുന്നിയത്തുഹു, ഇത് ചെയ്യുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടാകാൻ പാടില്ല, എന്ത് സുന്നത്താണെന്ന് വിശ്വാസം ഉണ്ടാവണ്ട എന്നുള്ളത്. അത് മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു ആശത്തുൽ കുബ്രയിലും പറയുന്നുണ്ട്. ഈ എൻ്റെ ഖുർദി ഇമാമും അതുപോലെ തന്നെ അസ്സഖാഫ് തങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഷാഫി മദ്ഹബിലെ ഉസൂലിങ്ങളാണ്, നല്ല ഫാഖിഹീങ്ങളാണ്, അതുപോലെ തന്നെ നല്ല ഉസൂല് തെറിയുന്ന പണ്ഡിതന്മാരാണ്. എത്രത്തോളം ഉസൂലിന്റെ കിതാബിനെ അവരുണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം ഇപ്പോൾ ഫവായിദുൽ മക്കിയ ഇതാരുടെ കിതാബാണ്? നമ്മുടെ അസ്സഖാഫ് തങ്ങളുടേതാണ് ഫവായിദുൽ മക്കിയ. അത് ഉസൂല പറയുന്നത് ഷാഫി മദ്ഹബിൽ റാഫി ഇമാമിന് ഇമാം എതിരായാൽ എങ്ങനെ പോകണം, അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളും റംലി ഇമാമും ഖത്തീബ് ഷർവീനും ഒക്കെ എതിരായ എങ്ങനെ പോകണം, അവർ ഇത്തിഫാഖായാൽ എങ്ങനെ പോകണം, ഇങ്ങനെ റൂട്ടിൽ അവരുടെ കിതാബ് ഇങ്ങനെ ആവുമ്പോൾ എങ്ങനെ, അവസാനം ഇബ്നുത്തിന്റെ വാക്കെന്താണ്, തുഹഫയാണോ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മദ്ഹബിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന കിതാബാണ് ഈ ഫവായിദുൽ മക്കിയ. ഖുർദി ഇമാമിന്റെ മഹാനവറുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അസ്സഖാഫ് തങ്ങളുടെ. അതുപോലെ തന്നെ ഫവായിദുൽ മദനിയ ഉണ്ട് ഇമാം ഖുർദി തങ്ങൾക്ക്, ഇതും ഇതുപോലെ ഉസൂൽ വിശദീകരിക്കുന്ന കിതാബാണ്, ഇതിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പ്രാർത്ഥനകൾ വന്നത് അത് സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം അത് ശരിയായില്ല, കാരണം അതിന് മതിയായ രേഖയില്ല. അങ്ങനെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആ കൊണ്ടുവരുന്നവർ സുന്നത്താണെന്ന് വാദിക്കണ്ട, അങ്ങനെ തന്നെയാണ് ഇതിന്റെ നിയമവും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം കല്ലൂബി റളിയല്ലാഹു അൻഹു ആശയത്തുൽ കല്ലൂബിലും പറയുന്നുണ്ട്, ഷർത്ത് പറഞ്ഞാണ്ട് അങ്ങനെ ആളുകൾ കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞാണ്ട് ഒന്ന് വ്യക്താക്കി പറയുന്നുണ്ട്. ആശയത്തു കല്ലൂബിയുടെ 1-ാം വള്ളത്തിന് 165-ാമത്തെ പേജിൽ വഅല്ലാ യഅതഖിദൽ ഫാഇലു സുന്നിയത്ത ദാലിക്കൽ ഫിൽ ബിദാലിക്കൽ ഹദീസ് ഉണ്ടോ. ഈ ഹദീസുകളൊക്കെ വെച്ചാണ് നോക്കുന്ന സമയത്ത് ഇത് സുന്നത്താണെന്ന് പറയാൻ വെക്കുന്നില്ല, അത് എൻ്റെ മതിയായ രേഖയില്ല, അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ സുന്നത്താണെന്ന് വാദിക്കണ്ട, അല്ലാത്ത രൂപത്തിൽ കാണാൻ കൊണ്ടുവന്ന ഹലാലാണെന്ന് പറഞ്ഞ രൂപത്തിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നോട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. അപ്പൊ ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിക്ർ എന്തില്ല, പ്രാർത്ഥനകൾ എന്തില്ല, അത് സുന്നത്തായിട്ട് വന്നിട്ടില്ല. എന്നാൽ പറയപ്പെടുന്നുണ്ട് അതിന് പകരം ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ചെല്ലുന്ന ഒരു പ്രാർത്ഥന മഹ്ദൂദങ്ങൾ ഫത്തുൽ മുഈനിൽ പറയുന്നുണ്ട്. വക്കീല പറയപ്പെടുന്നുണ്ട് യുസ്തഹബ്ബു അൻ യഖൂല ഇൻദ കുല്ലി വുദുവിൻ, എല്ലാ അംഗങ്ങളും കഴുകുന്ന സമയത്ത് ചൊല്ലി പറയട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് നമ്മളൊക്കെ ചൊല്ലുന്നത് തന്നെയാണ്. ഇത് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നബിമാം പലയിടത്തും പറയുന്നുണ്ട്, അങ്ങനെ പലരും പറയുന്നുണ്ട്. ഇത് ഓരോ അവയവം കഴുകുന്ന സമയത്തും സുന്നത്താണെന്ന് പറയപ്പെടുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റെന്തല്ല സുന്നത്താണെന്ന രൂപത്തിൽ വാദം ശരിയായിട്ടില്ല എന്നർത്ഥം കേട്ടോ.